ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന റോസാ ചെടികൾ പെട്ടെന്ന് എങ്ങനെ നമുക്ക് വേര് പിടിപ്പിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാമെന്നുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് റോസാ ചെടി. അത് പ്രത്യേകിച്ച് പല കളറിലുള്ളതുണ്ട്. അതായത് വൈറ്റ്, റെഡ്, പിങ്ക്, അങ്ങനെ ഒരുപാട് നിറത്തിലുള്ള റോസാ ചെടികളുണ്ട്. റോസാ ചെടികൾ ഇഷ്ടമല്ലാത്തവരായി ആരുമില്ല. ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, ഈസി ആയിട്ട് നമുക്ക് റോസാ ചെടികൾ എല്ലാവരുടെയും വീട്ടിൽ നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതേപോലെ നമുക്ക് ഒരു ഗ്ലാസ്സിൽ വെച്ച് തന്നെ റോസാ ചെടി നമുക്ക് മുളപ്പിച്ച് എടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു ചെറിയൊരു ടിപ്പാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. റോസാ ചെടി നമുക്ക് നടാൻ വേണ്ടി നിലത്തൊന്നും സ്ഥലമില്ലാത്ത ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും ബാൽക്കണിയിൽ ഒരു ചെടിച്ചട്ടിയിലൊക്കെ വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഈ ചെടിക്ക് സാധാരണയായിട്ട് റോസാ ചെടിക്ക് നല്ല സൺലൈറ്റ് വേണം. ഒരു 6 മുതൽ 8 മണിക്കൂർ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം റോസാ ചെടികൾ നടാൻ വേണ്ടി. ഇതിൽ നിന്ന് ഞാനൊരു കമ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. അന്നേരം ഞാനിപ്പോൾ നല്ല നീളത്തിലുള്ളൊരു കമ്പ് തന്നെ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അന്നേരം ആദ്യം തന്നെ നമുക്കതിലെ ഇലകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കാം. ഒരില പോലും വെക്കാതെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഇലകളൊക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഓരോരോ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നടാൻ വേണ്ടി നമുക്ക് ഒരുപാട് നീളത്തിലുള്ള പീസൊന്നും വേണ്ട. ഇത്രയും വലിപ്പത്തിലുള്ള പീസാക്കി നമുക്ക് റോസാ കമ്പുകൾ മുറിച്ചെടുക്കാം. ഇതുവരെ നിങ്ങൾ ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എല്ലാ റോസാ കമ്പുകളുടെ പീസുകളും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടിപ്പാണ്. ഒരു റൂട്ടിംഗ് ഹോർമോണാണ്. അതായത് ഒരു നാച്ചുറൽ റൂട്ടിംഗ് ഹോർമോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാവരുടെയും വീട്ടിൽ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അന്നേരം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ഒരു 1/4 ഗ്ലാസ് വെള്ളം മതിയാവും. അതിലേക്ക് ഒരു ഫ്യൂ ഡ്രോപ്സ് ഹണി ഒഴിച്ചു കൊടുക്കുക. അതായത് നിങ്ങളുടെ വീട്ടിലെല്ലാം ഹണി കാണുമല്ലോ. അന്നേരം ഈ ഹണി എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നാച്ചുറലായിട്ട് ചെടികൾക്ക് വേര് പിടിക്കാനുള്ള നല്ല കാര്യങ്ങൾ, ആൻറ്റി ഓക്സിഡൻസും ഒക്കെ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചെടികൾക്കൊക്കെ ഒരു വേര് പിടിക്കാൻ വേണ്ടി സഹായിക്കും. അന്നേരം നാച്ചുറൽ ആയിട്ടുള്ളൊരു റൂട്ടിംഗ് ഹോർമോണാണ് ഹണി. ഇനി ഇത് നമ്മുടെ റോസാ ചെടികൾ ഇതിലേക്ക് ഇടുന്നതിന് മുൻപ് ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ താഴ്ഭാഗം, ഇറക്കി വെക്കുന്ന ഭാഗത്തിൻ്റെ ആ ഗ്രീൻ ഭാഗം ഒന്ന് ചുരണ്ടിക്കളഞ്ഞതിന് ശേഷം വെക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ വേര് പിടിക്കാൻ സഹായിക്കും. വെറുതെ നമ്മൾ ജസ്റ്റ് ഒരു കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സ്ലാൻഡിങ് ഒന്ന് ചരിച്ച് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഞാനിപ്പോൾ ആ വെള്ളത്തിൽ ഹണി ഫ്യൂ ഡ്രോപ്സ് ഒഴിച്ച വെള്ളമാണ്, അതിലേക്കാണ് നമ്മൾ ഇങ്ങനെ ഇറക്കി വെക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഇത് നമ്മൾ ഇങ്ങനെ തന്നെ വെക്കുക. ഒരു 2-3 ദിവസം ഇതേപോലെ ഈ വെള്ളം മാറ്റുകയേ വേണ്ട. ഈ വെള്ളത്തിൽ ഹണിയുണ്ട്. ഉറുമ്പ് കയറുമെന്ന് ഒന്നും പേടിക്കേണ്ട, ഒന്നും കയറത്തില്ല. ഇതേപോലെ തന്നെ വെക്കുക. 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇലകൾ ബഡ്സ് വന്ന് തുടങ്ങുന്ന ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇത് ചെറുതായിട്ടൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു. ചെറുതായിട്ട് അതിനകത്ത് മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കമ്പിലും ഇതേപോലെ മുള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക, വളരെ ഈസി ആയിട്ട്. ഇനി ഇത് കുറച്ച് ദിവസം കൂടെ ഞാൻ ഇതേപോലെ വെക്കാൻ പോവുകയാണ്. ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഇതായതിനു ശേഷം മാത്രമേ മണ്ണിലേക്ക് മാറ്റി നടുന്നുള്ളൂ. അന്നേരം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, വളരെ ഈസി ആയിട്ട് നമുക്ക് റോസാ ചെടികളെ നമുക്ക് കമ്പ് പിടിപ്പിച്ച് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ബഡ് ചെയ്ത കമ്പ് നടാൻ പറ്റുമോ എന്നൊക്കെ. എല്ലാ റോസിൻ്റെ കമ്പ്, ഏത് കമ്പായാലും ഒരു കുഴപ്പവുമില്ല. ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ ഇതേപോലെ കണ്ടോ മുള ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്.
ഇതൊരു ഒരു 4 ദിവസം ആയതേ ഉള്ളൂ, അപ്പോഴേക്കുമാണ് ഇത്രയും ഒരു ഡെവലപ്മെൻറ്റ് കണ്ടു തുടങ്ങി. പിന്നെ നിങ്ങൾ വെക്കാൻ നേരം ശ്രദ്ധിക്കുക, അകത്ത് റൂമിനകത്തോ അല്ലെങ്കിൽ നല്ല ഷെയ്ഡുള്ള ഏരിയയിൽ വെക്കുക. ഒരുപാട് വെയിലത്തൊന്നും കൊണ്ടുവെക്കരുത്. ഇത് പെട്ടെന്ന് കമ്പ് ഉണങ്ങി വല്ലാതായി പോവും. അതുകൊണ്ട് തണലത്ത് വെക്കുക. ഇത് കഴിഞ്ഞ് ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞുള്ള കാഴ്ച ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ചെടികൾ വീണ്ടും അതിൻ്റെ ലീഫൊക്കെ ഒന്നുകൂടി ഒന്ന് ഡെവലപ്പായി വരുന്നുണ്ട്. ഇത് കണ്ടോ, ഏകദേശം ഇപ്പോൾ ഒരാഴ്ചയായി, ജസ്റ്റ് ഒരാഴ്ച ആകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇതിൻ്റെ ഇലകൾ കണ്ടോ ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോഴേക്കും ബഡ്സ് വരാത്തതിനൊക്കെ പുതിയതായിട്ട് മുള ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു 4 ദിവസം 5 ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യമേ ഇതിനോടകം ഞാൻ വെള്ളം ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത്രയും മുള വന്നിട്ടുണ്ട്. ഇനിയും അത് കഴിഞ്ഞൊരു 2 ദിവസം കൂടെ കഴിഞ്ഞുള്ള കാഴ്ചയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ലീഫ് നല്ലതുപോലെ വന്നു തുടങ്ങി. എന്ത് രസമുണ്ടല്ലേ, ഇത് കാണാൻ തന്നെ ഒരു രസമല്ലേ. എല്ലാവരും ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇത് നമുക്ക് മണ്ണിലേക്ക് നടാൻ പറ്റും. ഞാൻ എന്നാലും ഒരു 2-3 ഡേയ്സും കൂടി ഇങ്ങനെ വെച്ചതിന് ശേഷം മണ്ണിലേക്ക് നടാനാണ് പ്ലാൻ ചെയ്യുന്നത്. അന്നേരം എല്ലാവരും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ട് റോസാ ചെടികൾ നമ്മളൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നാച്ചുറൽ റൂട്ടിംഗ് ഹോർമോൺ ഹണി ഇല്ലാത്തവർക്ക് വേറെ മെത്തേഡ്സൊക്കെ ഞാൻ അതിൻ്റെ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിലും ഇതേപോലെ നിങ്ങൾക്ക് റോസാ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതുമാത്രമല്ല, റൂട്ടിംഗ് ഹോർമോൺസ് നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ആ റൂട്ടിംഗ് ഹോർമോണിൽ മുക്കി വെച്ചാലും ഇതുപോലെ തന്നെ വേരുകൾ കിളിച്ച് കിട്ടും. ഇത് നാച്ചുറൽ ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ റോസാ ചെടികൾക്ക് ഇതുപോലെ കുലകളായിട്ട് പൂ വരുന്ന ഒരു ടിപ്പ് ഞാൻ ഉടനെ തന്നെ ഇടുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിനടുത്തായിട്ടൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you friends. Thank you for watching Lindsay's Link. See you next video. Bye bye.